അപ്പോൾ പണ്ടത്തെ പോലെ എപ്പോഴും തൃക്കാക്കരപ്പന ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ചെറുപ്പത്തിൽ ഇട്ട വീഡിയോ ഇപ്പോൾ വലുതായിട്ട് കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച് അപ്പം ഞാൻ 3-ൽ 2-ലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് വീഡിയോ എടുത്ത് വേറെ ഇത് കാണാത്തവരാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, അപ്പം കാണാം. അപ്പം ഞാനില്ലായിരുന്നു, ഇന്ന് വല്യമ്മൻ്റെ കൂടെ ആയിരുന്നു ഓണം. അങ്ങനെ കുറേ എൻ്റെ ഫ്രണ്ട്സ് വന്ന് ഞങ്ങൾ ഗെയിമിലൊക്കെ ആയപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഉണ്ടാക്കിയാൽ ഞാൻ കമ്മ റൂമിൽ വരുമ്പോൾ തൃക്കാക്കരപ്പനൊക്കെ കയറ്റി വെച്ചു. വലിയ മാല ഞാൻ ഉണ്ടാക്കിയ മാലയാണ്. രസമുണ്ടോ? കമൻറ്റ് ചെയ്യൂ. ടാറ്റാ ബൈ ബൈ, സീ യു. സ്കൂൾ സമയത്ത് പൂവൊക്കെ കുറച്ചും കൂടി പൂവൊക്കെ അലങ്കരിച്ചു, വിളക്കൊക്കെ വെച്ചു, ചുമക്കൊക്കെ കത്തിച്ച് റെഡിയാക്കി. ഞാൻ പിന്നെ കുളിച്ച് വന്ന് കുറച്ച് നേരം ഇവിടെ നിന്നപ്പോൾ ഇതാ ഫുഡൊക്കെ വെച്ച് പഴവും പിന്നെ ഊനപ്പം വെച്ചു. ഞാൻ ഉണ്ടാക്കിയ മാല നോക്കൂ. പിന്നെ പഴം അതും കുമ്പളപ്പം വെച്ചു. അങ്ങനെ അപ്പനെ കുറച്ച് കാക്കപ്പൂ എല്ലാം പൂജിച്ചു. എങ്ങനെയുണ്ട് എല്ലാവരും ചെയ്യൂ. ഞാൻ കുളിച്ച് വന്നപ്പോൾ ഇതിൻ്റെ വിളക്കൊക്കെ കത്തിച്ചു. ഇതാ എൻ്റെ തേങ്ങയ്ക്ക് പൂവിന് കൊടുക്കുകയാണ്. തൃക്കാക്കരപ്പനെ അലങ്കരിച്ചു. ഞാൻ ഉണ്ടാക്കിയ മാല ഇട്ട് കമൻറ്റ് ചെയ്യൂ. ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഇതൊക്കെ അലങ്കരിച്ചു. താഴൊക്കെ കുറച്ചും കൂടി പൂവ് അധികം ഇട്ടു. എന്നിട്ട് ഇതാ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. ചമ്മന്തിയിലൊക്കെ കത്തിച്ചിട്ട് ഇതാ അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ ബൈ ബൈ, സീ യു.